നമസ്കാരം. നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ദൃഷ്ടിദോഷം ഉണ്ട് എങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. പെട്ടെന്നുള്ള ക്ഷീണം, കാരണമില്ലാത്ത അസുഖങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം, വീട്ടിൽ സമാധാനമില്ലായ്മ, ഇതിൻ്റെ എല്ലാം കാരണം കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം ആണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സംശയിച്ചിട്ടുണ്ടോ? പലരും ഇതൊരു അന്ധവിശ്വാസമെന്ന് തള്ളിക്കളയാം. എന്നാൽ പുരാതനമായ ജ്യോതിഷശാസ്ത്രവും ആധുനിക പാരാസൈക്കോളജിയും ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ഈ രണ്ട് ശാസ്ത്രങ്ങളെയും അടിസ്ഥാനമാക്കി ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളും ലളിതമായ ചില രീതികളും നമുക്ക് പരിശോധിക്കാം. എന്താണ് ദൃഷ്ടിദോഷം? സർവ്വ ഇന്ദ്രിയങ്ങളിലും വച്ച് കണ്ണിനാണ് പ്രധാനം. നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി മറ്റെന്തുമായിക്കോട്ടെ, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. ഇത് കാണുന്ന നിങ്ങളോട് സ്നേഹിതരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരോ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ അസൂയ തോന്നുന്നു. ഇതിനെയാണ് ദൃഷ്ടിദോഷമെന്ന് പറയുന്നത്. ചിലരുടെ വാക്കുകൾക്ക് ചില സമയങ്ങളിൽ തീവ്രമായ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. ലളിതമായി പറഞ്ഞാൽ ദൃഷ്ടിദോഷം എന്നത് മറ്റൊരാളുടെ അസൂയ, വെറുപ്പ് അല്ലെങ്കിൽ അതിശയോക്തി കലർന്ന ആശ്ചര്യം എന്നിവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ട്രാൻസ്ഫറാണ്. നമുക്ക് ചുറ്റും ഓറ അഥവാ ഊർജ്ജവലയമുണ്ട്. ഇത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിൻ്റെ പ്രതിഫലനമാണ്. മറ്റൊരാളുടെ അതിതീവ്രമായ നെഗറ്റീവ് ചിന്തകൾക്ക് നമ്മുടെ ഈ ഓറയിൽ വിള്ളലുകൾ വീഴ്ത്തുവാനോ അതിനെ ദുർബലമാക്കുവാനോ സാധിക്കും. ഈ ദുർബലമായ അവസ്ഥയാണ് അസുഖങ്ങളിലേക്കും തടസ്സങ്ങളിലേക്കും നയിക്കുന്നത്. ജ്യോതിഷം ആരാണ് ഇത്തരം നെഗറ്റീവ് എനർജികൾക്ക് പെട്ടെന്ന് ഇരയാകുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ലഗ്നവും ചന്ദ്രനും ദുർബലമാണെങ്കിൽ അവരുടെ ഓറ സ്വാഭാവികമായും ദുർബലമായിരിക്കും. ജാതകത്തിൽ ഗുളികന്റെയോ രാഹുവിന്റെയോ ശനിയുടെയോ മോശം ദൃഷ്ടി ലഗ്നത്തിലോ ചന്ദ്രനിലോ പതിക്കുന്നത് വ്യക്തിയെ ഇത്തരം ബാഹ്യ നെഗറ്റീവ് എനർജികൾ പെട്ടെന്ന് പിടികൂടുവാൻ കാരണമാകും. അതായത് ജ്യോതിഷം നിങ്ങളുടെ ദുർബലമായ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പാരാസൈക്കോളജി ആ അറ്റാക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വിശദമാക്കുന്നു. ഇനി പറയുവാൻ പോകുന്നത് നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ സ്വയം തിരിച്ചറിയുവാനുള്ള 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ഓറ ദുർബലമാകുമ്പോൾ ശരീരവും മനസ്സും ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാം. ഇതിൽ ആദ്യത്തേത് അകാരണമായ ക്ഷീണവും ഭാരവുമാണ്. നന്നായി ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കഠിനമായ ക്ഷീണം, പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് ഈ ക്ഷീണം വർദ്ധിക്കും. തലയ്ക്കും തോളിലും അകാരണമായി ഒരു ഭാരം അനുഭവപ്പെടും. മാനസികമായി ഒരു വ്യക്തതയില്ലായ്മ നിങ്ങൾക്ക് അനുഭവപ്പെടും. ചിന്തകളിൽ ഒരു മൂടൽ, ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ വരിക, ചെറിയ കാര്യങ്ങൾ പോലും മറന്നുപോവുക, പെട്ടെന്ന് ദേഷ്യം വരിക, ആവർത്തിച്ചുള്ള കൂട്ടുവായ, ക്ഷീണമില്ലാതെ തന്നെ പ്രത്യേകിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴോ ഒരു നല്ല കാര്യം തുടങ്ങുമ്പോഴോ അമിതമായി കൂട്ടുവായ ഇടുക. പാരാസൈക്കോളജി ഇതിനെ എനർജി ഡ്രെയിനിന്റെ ലക്ഷണമായാണ് കാണുന്നത്. ഉറക്കത്തിലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുക, ഉറക്കത്തിൽ പല്ല് കടിക്കുക, അല്ലെങ്കിൽ ഉറങ്ങിയാലും ക്ഷീണം മാറാതിരിക്കുക. എല്ലാം ശരിയായി വന്ന് അവസാന നിമിഷം കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോവുക. കിട്ടുമെന്ന് ഉറപ്പുള്ള പണമോ അവസരങ്ങളോ പെട്ടെന്ന് കൈവിട്ടു പോവുക. സാമൂഹികമായ ഒഴിഞ്ഞുമാറ്റം, ആളുകളുമായി ഇടപഴകുവാൻ മടി തോന്നുക, ഒറ്റയ്ക്കിരിക്കുവാൻ അമിതമായി ആഗ്രഹിക്കുക. ഇനി വീട്ടിൽ നിങ്ങൾ കാണുന്ന ചില സൂചനകൾ കൂടി നമുക്ക് പരിശോധിക്കാം. വീട്ടിൽ അകാരണമായി വഴക്കുകൾ ഉണ്ടാവുക, ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നും കാണില്ല. അതുപോലെ പാൽ, ഭക്ഷണം എന്നിവ പെട്ടെന്ന് കേടായി പോവുക. വീട്ടിലെ ചെടികൾ, പ്രത്യേകിച്ച് തുളസി, പെട്ടെന്ന് തന്നെ ഉണങ്ങുകയോ കരിയുകയോ ചെയ്യുക. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മുളക് ഉഴിയൽ. ഇത് എങ്ങനെ ചെയ്യാം എന്നുകൂടി പറഞ്ഞു തരാം. കുറച്ച് കല്ലുപ്പ്, അല്പം കടുക്, 3, 5, 7 ഒറ്റ സംഖ്യ വരുന്ന ഉണക്കമുളക് എന്നിവ വലത് കയ്യിൽ എടുക്കണം. ശരീരത്തിന് ചുറ്റും, നിങ്ങൾ സ്പർശിക്കാതെ തന്നെ ശരീരത്തിന് ചുറ്റും ഘടികാര ദിശയിലും, അതായത് ക്ലോക്ക് വേസും എതിർദിശയിലും ആന്റി ക്ലോക്ക് വേസിലും 3 പ്രാവശ്യം ഒഴിയണം. ശേഷം ഇതുടൻ തന്നെ വീടിന് പുറത്തു കൊണ്ടുപോയി അടുപ്പിലോ ചിരട്ടയിലോ ഇട്ട് കത്തിച്ചു കളയാം. ഇതിന്റെ ഫലം എങ്ങനെ അറിയാമെന്ന് കൂടി പറഞ്ഞു തരാം. മുളക് കത്തിക്കുമ്പോൾ അതിരൂക്ഷമായ ഗന്ധം,
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ഉള്ളതായും അതിൽ നിന്നും ഒരു മോചനം ലഭിച്ചു എന്നും കണക്കാക്കാം. ഇങ്ങനെ ചെയ്തതിനു ശേഷം അടുത്ത ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പിട്ട് കുളിക്കുക. ഇത് നിങ്ങളുടെ ഓറയെ ശുദ്ധീകരിക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. ഇതിന് ദൈവികമായ ഒരു പരിഹാരം കൂടിയുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം ദീപാരാധന കണ്ട് തൊഴുവുന്നതും ഈ ഒരു ദൃഷ്ടിദോഷം മാറുവാൻ ഏറ്റവും നല്ലതാണ്. കുറഞ്ഞത് ഒരു 3 വെള്ളിയാഴ്ചയെങ്കിലും ഇങ്ങനെ ചെയ്താൽ പൂർണ്ണമായും ഈ ദൃഷ്ടിദോഷം മാറ്റുവാൻ സാധിക്കുന്നതാണ്. ദൃഷ്ടിദോഷം എന്നത് പുറത്തു നിന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ആന്തരിക ഊർജം, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ എന്നിവ ശക്തമാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങൾ എളുപ്പത്തിൽ ബാധിക്കുവാൻ കഴിയില്ല. ഇന്നത്തെ നമ്മുടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.